ഇത് പക്ഷേ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന പ്രശ്നം തന്നെ ഈ തെരുവ് നായ്ക്കളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഈ ഒരു സൂ പണിയുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ തെരുവ് നായ്ക്കളാണ്. തെരുവ് നായ്ക്കൾ ഇതിപ്പോൾ ഓട വഴി അവിടേക്ക് കടന്നു കയറി എന്നൊക്കെയാണ് ഇപ്പോൾ കരുതുന്നത്. ഈ മതിലല്ല, അതിനപ്പുറത്ത് അവിടേക്ക് മാലിന്യം കൊണ്ടുവരുന്ന ഓട വഴി കടന്നു കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ വന്ന ആളുകൾ കഴിച്ച് ഇട്ട മാലിന്യമൊക്കെ, ഭക്ഷണ അവശിഷ്ടങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ വന്ന തെരുവ് നായ്ക്കളാണ് അവിടേക്ക് പ്രവേശിച്ചത് എന്നാണ്. ഇപ്പോൾ 5 കോടിക്ക് മേൽ തെരുവ് നായ്ക്കളുണ്ട് രാജ്യത്ത് എന്നാണല്ലോ പറയുന്നത്. അതൊന്നും അല്ല കണക്ക്, അതൊക്കെ ഒരു ഏകദേശം കണക്കാണ്. അതിനേക്കാൾ എത്രയോ കൂടുതലുണ്ടാകും തെരുവ് നായ്ക്കൾ. അപ്പോൾ തെരുവ് നായ്ക്കൾക്ക് അവിടേക്ക് പ്രവേശിക്കാവുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. ആ കരുതൽ കൂടി നമ്മൾ എടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുമ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലെ പരിമിതി കൂടി മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നുള്ളത് ഉറപ്പിക്കണം. പിന്നെ ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വലിയ വീഴ്ച എന്തോ കൊണ്ട് മൃഗങ്ങൾ ചത്തു ഒടുങ്ങുന്നു എന്നുള്ള വിലയിരുത്തലിലേക്കൊക്കെ ആദ്യഘട്ടത്തിലെത്തി. പക്ഷേ ഇത് ഇങ്ങനെയാണ്. ഇത് തെരുവ് നായ്ക്കളുടെ ഒരാക്രമണം ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ മാനുകൾക്ക് കടിയേറ്റിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആഘാതമുണ്ടല്ലോ, ആ ആഘാതം ഇത്ര വലുതാണെന്ന് നമ്മൾക്കിപ്പോഴാണ് മനസ്സിലാകുന്നതും. അങ്ങനെ ഒരു അറിവ് കൂടി യഥാർത്ഥത്തിൽ കിട്ടി. ഇത് ഇപ്പോൾ അരുൺ സക്കറി എന്നിപ്പോൾ ഇതേക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മാത്രമാണ്, ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അതിനകത്ത് ഈ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയോ മറ്റോ ആണ് അതിനകത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണേണ്ടത്, ഇത് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ, ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ ഈ കടുവേനെയും പുലിനെയും കണ്ടാൽ കുതിച്ചോടുകയാണ് ഇത് ചെയ്യുക. അങ്ങനെ ഓടി രക്ഷപ്പെടും. ഈ മയോപ്പതി ആയിരിക്കണം അവർ ഓടിച്ചങ്ങ് രക്ഷപ്പെടുന്നത്. പക്ഷേ അവിടെ കടുവയും പുലിയൊക്കെ കണ്ട് രക്ഷപ്പെട്ട് നിൽക്കുന്ന മാനുകൾക്ക്, ഇവിടെ പട്ടികൾക്ക് മുന്നിൽ, തെരുവുനായകൾക്ക് മുന്നിൽ രക്ഷയുണ്ടായില്ല എന്നാണ് നമ്മൾ കാണുന്നത്.